സാംസ്കാരിക നഗരിയെ നടുക്കിക്കൊണ്ട് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ മരണസംഖ്യ 13 ഉയർന്നു. അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരിക്കുന്നവർ മരിച്ചതോടെയാണ് മരണസംഖ്യ വർദ്ധിച്ചത്. നിലവിൽ 11 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന യൂണിറ്റിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി. കിലോമീറ്ററുകളോളം ദൂരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടതായും സമീപത്തെ വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചതായും നാട്ടുകാർ പറയുന്നു. ആകെ 14 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ 2 പേർ ഡിസ്ചാർജ് ആയെന്നും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയെന്നും കളക്ടർ മാധ്യമങ്ങളോട് വിശദമാക്കി. മരിച്ചവരിൽ 5 പേരെ തിരിച്ചറിഞ്ഞുവെങ്കിലും 2 മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായതിനാൽ DNA പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം. കൊളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യന്റെ മൃതദേഹമാണെന്ന് കരുതിയ ഒന്നിനുമേൽ വിഷ്ണു എന്നയാളുടെ ബന്ധുക്കളും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കളക്ടർ ഉത്തരവിട്ടത്. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാരും അഗ്നിശമന സേനയും പോലീസും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽ പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. 6 പേരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനായി പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തൃശൂരിലെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പരിക്കേറ്റ ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് കളക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിവരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കെടാവർ നായ്ക്കളെ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തുകയാണ്. 3 മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. വെടിക്കെട്ട് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം സർക്കാരിന്റേതാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അക്കാര്യത്തിൽ ദേവസ്വം കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കും. മരിച്ചവരുടെ സംസ്കാരത്തിനും സഹായം എത്തിക്കുന്നതിനും മുൻഗണന എന്ന ദേവസ്വം വൃത്തങ്ങൾ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിന്റെ തീവ്രത പരിഗണിച്ച് ഇത്തവണത്തെ പൂരം ആർഭാടങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി നടത്താനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. മുൻകരുതലുകൾ എടുക്കുന്നതിൽ വന്ന വീഴ്ചയാണോ അപകടത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ലൈസൻസ് സംബന്ധിച്ച രേഖകളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്ന കാര്യവും പ്രത്യേക സംഘം അന്വേഷിക്കും. തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായ ഈ ദാരുണമായ സ്ഫോടനം കേരളത്തിന്റെ വെടിക്കെട്ട് ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായി മാറുകയാണ്. ഓരോ വലിയ വെടിക്കെട്ട് അപകടങ്ങൾക്കും ശേഷം ഉണ്ടാകാറുള്ള അന്വേഷണങ്ങളും സുരക്ഷാ ചർച്ചകളും കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നുവോ എന്ന ചോദ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വീഴ്ചയാണോ അതോ അപ്രതീക്ഷിതമായ പിഴവാണോ ഇത്രയും വലിയൊരു സ്ഫോടനത്തിലേക്ക് നയിച്ചെന്ന കാര്യത്തിൽ കൃത്യമായ അന്വേഷണം അനിവാര്യമാണ്. തൃശൂർ പൂരത്തിന്റെ ആരവങ്ങളിലേക്ക് നാട് ഉണരാനിരിക്കെ ഉണ്ടായ ഈ ആഘാതം ആഘോഷങ്ങളുടെ തിളക്കം കെടുത്തിയിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങളുടെ കണ്ണീരും ചികിത്സയിൽ കഴിയുന്നവരുടെ നിലവിളികളും ഇനിയെങ്കിലും വെടിക്കെട്ട് നിർമ്മാണ മേഖലയിൽ കർശനമായ സുരക്ഷാ ഓഡിറ്റുകൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രത്യാശിക്കാം.